സിഫ്നാക്ക് ഫോണും കൊടുക്കണം. അവൾക്ക് ഫോണില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഫോൺ കൊടുക്കും വേണം. പോവാ അടുക്കളയിൽ കൂടെയാണ്. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇപ്പൊ അങ്ങോട്ട് പോണ് വിചാരിച്ചാല് തറവാട്ടിക്ക് പോവാണ്. ഒരാൾ ഇമ്പാട് എടുക്കാണ്ട്, സിഫ്നാനെ വൈക്കുന്ന എടുക്കാണ്ട്. അപ്പൊ എന്താ ഇന്നത്തെ പരിപാടി? ചെറിയപ്പോ ഒരു സർപ്രൈസ്. സിഫ്നാക്ക് ഒരു ഐഡിയ ഇല്ല ആരൊക്കെ കൂടി കൊടുക്കണ വിചാരിച്ചാല് ഞങ്ങളും തറവാട്ടാനും കൂടി കൊടുക്കുകയാണ്. ഓക്ക് നിങ്ങളൊക്കെ പറഞ്ഞ മാതിരി പുതിയ ഐഫോൺ നമുക്ക് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിനൊക്കെ പുതിയ ഫോൺ എടുത്തിങ്ങനെ. അപ്പൊ അതിന് ഉപയോഗിച്ച ഫോണ് താത്താക്ക് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ് നോക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്നത്. ഇത് എന്താ 20 Pro Max തന്നെയല്ലേ? 11 Pro ഏതോ ഒന്നാണ്. ചെക്കന്മാര് റോട്ട് കൂടെ മണ്ണി പാഞ്ഞ് കളിച്ചാണ്. വണ്ടി നോക്ക്. ഇതാരുതാ ആരുതാ? അപ്പൊ ആള് വരുന്നുണ്ട്. അപ്പൊ ഓളെ വീഡിയോ, ഞങ്ങളൊക്കെ അവസ്ഥ നിങ്ങളെ വീഡിയോ ആദ്യം വീഡിയോയിൽ കണ്ടാലേ അറിയും. അതിനും എപ്പോഴും വന്ന് കളിയാക്കും. മണാലിയിൽ വീഡിയോ എടുക്കണ ആദ്യം ഞങ്ങൾ വീഡിയോ എടുക്കല്, കാരണം ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഓളെ വീഡിയോ ഇതിലാണെങ്കിൽ എൻ്റെ കയ്യത്തെ ഫോണിനാണെങ്കിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല, ഒരു ലോങ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ വെറുതെയാണ്. അപ്പൊ ഏതായാലും വരുന്നുണ്ടോ ഒരു ഐഡിയ ഇല്ല. അതിനോട് വരട്ടെ. അപ്പൊ തറവാട്ടത്തെ വല്യമ്മാനെ കാണാൻ ഇറങ്ങിയതാണ് അല്ലേ? ഞാൻ ഇന്നലെ കണ്ടിട്ട് നിങ്ങൾ പോവുണ്ട് പറഞ്ഞപ്പോ ഞാൻ വണ്ടി വെറുതെ എന്നാണ് കൊള്ളൂലേജ് കാരണം മാക്സി അടിച്ചാൻ കൊടുക്കാണ്ട് ഇപ്പൊ വരും. നിക്കട വരും. അതായത് എന്റെതാ. ആയിക്കോട്ടെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ. ഇതാണെവിടെ അറിയില്ല, ഞങ്ങള് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോ പോയോണ്ട് പിന്റോ എടുക്കുകയാണ്. ഇനി വരുന്നുണ്ട് പറഞ്ഞ പിന്റോ എടുക്കുകയാണ്. ഞാൻ ഓല് പോകണ്ട് പറഞ്ഞു. ഓല് ഏതായാലും പോകില്ല. നേരം വൈകി അതുകൊണ്ട് നഴ്സറിന്നുണ്ടെന്ന്. പിന്നെ അപ്പൊ പോകാൻ നിന്നപ്പത്തിന് ഓളെ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുത്ത് ഉണ്ടാക്കിയിട്ടൊക്കെ വരാന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം 5 മണി 5:50 ആയി. അപ്പൊ പോയോണ്ടിരിക്കുകയാണ്. ഞാൻ മോട്ടന് വിളിച്ചിനി അവിടെ ഇല്ലേ ചോദിച്ചാൻ വേണ്ടി. അപ്പൊ ഒരു പ്രൊമോഷന്റെ ഷൂട്ടിലാണ് തോന്നുന്നുണ്ട്, മുന്നേ കണ്ടു. അപ്പൊ പോയി നോക്കാം. നമ്മളിപ്പോ ഇവിടെ എത്തി. ഇവിടെ കുത്തിരിക്കുകയാണ്. ഒക്കെ നിരന്ന് കുത്തിരിക്കുന്നുണ്ട്. ഓയ് കാണാനില്ല. അമ്മായിനെ ഇവിടെ എവിടെയും കാണാനില്ല. 5 അടി പൊക്കോ. അമ്മായി ഇവിടെ എവിടെയില്ല. അവിടെ പോ. എന്താ അഭിപ്രായം? അതാ ഹെൽമെറ്റ് ഇട്ടിക്കണ്. സ്കൂട്ടി ആയിട്ട് അവിടെ പോയി വരിക. സ്കൂട്ടി ഒന്നല്ല, സ്കൂട്ടി അങ്ങനെ അത് താഴത്തെ വേറെ ആരാണ്. ഇവിടെ എന്തോ ചർച്ചയിലാണ്. എന്താ പരിപാടി വെച്ചാല് ഓളെ കാൽമ കല്ലൊക്കെ കുത്തി, നല്ല കല്ലൊക്കെ കുത്തിയേക്കണ ഓളെ കാൽമ. നല്ല സമ്മാനം കിട്ടിയ കല്ല് കുത്തി കയറിയ ഇത്. അതിന്റെ ഫോണെടുത്തതൊന്ന് കുറച്ചാ. അപ്പൊ ഓളവിടെ കുത്തിരിക്കുന്നുണ്ട്. തുടങ്ങല്ലേ പരിപാടി? ഗൈസ്, അപ്പൊ നമ്മള് താത്ത അറിയാതെ നമുക്ക് സാധനം നമ്മൾ കൊടുക്കാൻ പോകണം. മൊബൈലാണ് കൊടുക്കണേ. അപ്പൊ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത്. കൊറേ കാലായോള് മറ്റേ ഫോണായിട്ട് എടുക്കണ ഇടങ്ങാറാവുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് ഇതെന്തായാലും കൊടുക്കാം. എന്താ എക്സ്പെക്ടേഷൻ നമുക്ക് നോക്കി നോക്കാം. മുന്നേ കൊറേ അല്ല മുന്നേ കണ്ടിട്ട്. ഹെൽമെറ്റ് ഊരൂടെ ഹെൽമെറ്റ് ഇട്ടിക്ക. ഞാൻ പോവാല്ലേ ലോങ് എടുക്കാൻ അന്നെ കൊറേ ആൾക്കാർ കാണുന്നില്ല. എന്താ കോങ്ങണുണ്ടോ? അപ്പൊ എന്താ വെറുതെ വന്നാ? അല്ലേ മുന്നേ ആരാ മുന്നാരാ? ആണോ? എനിക്കറിയില്ല. അല്ല മോട്ട എന്താ തിന്നക്കണ്? എന്നും കിട്ടാന്നപ്പോ കൊറച്ച് മൈദ എടുത്ത് തിന്ന്. അന്റെ ഓലെന്തൊരു പ്രൊമോഷന്റെ റീല് വരാണ്ട് അതിന്റെ അടയാളൊക്കെയാണ്. അയ്യോ, കന്നിക്കൂർക്കന്റെ ഇല ചതവിനില്ലതാ. ചെമ്പരത്തി പൂ അപ്പൊ മനസ്സിലായി. മഞ്ഞ പേപ്പർ ആയതുകൊണ്ട് ചെമ്പരത്തി പൂ ചെവിയിലേക്കാണ്. യോ ഇവിടെ ചൊറുക്കോക്കുക. മൈദപ്പൊടി കണ്ടില്ലേ മൂത്ത് കൂടെ ആകെ കൗത്തിയതാ.
അവിടെ പോയിക്കോട്ടെ ഗൈസ് നമ്മൾ എന്തിനാണ് താത്താനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കണം പറഞ്ഞു കഴിഞ്ഞാല് താത്താക്ക് ഫോണില്ല, ചെറിയൊരു ഫോണുള്ളൂ. ആ ഫോൺ നമുക്ക് കൊടുക്കണം. അതായത് എന്റെ അനിയൻ യൂസ് ചെയ്ത ഫോണാണ്. ഓന്റെ 11 Pro. താത്താന്റെ അടുത്ത് ഈ നാളെ താത്ത വീഡിയോ എടുത്തുന്ന ഏതോ ഒരു ഫോണിലാണ്, ഓണറിന്റെ ഏതോ ഒരു ഫോണിലാണ്. പക്ഷെ അനിയനിപ്പൊ പുതിയ ഫോൺ എടുത്തോണ്ട് നമ്മള് താത്താക്ക് ആ ഫോൺ കൊടുക്കാണ്. താത്താന്റെ റിയാക്ഷൻ എന്താന്ന് അറിയില്ല. നോക്കി നോക്കാം. താത്ത ഒന്നാമത് ഗർഭിണിയും പാടിയാണ്, കൊടുത്തു നോക്കാം. അവിടെ ഒന്നും അറിയാതിരിക്കണുണ്ട്. കുത്തിരിക്കണ നല്ല ചർച്ചയിലാണ് രണ്ടാളും. വർത്താനോ നല്ല വർത്താനം, സുഖം. ഇന്നലെയൊന്നും കാലിട്ട് നടക്കാനില്ല ചെന്ന്. എന്നിട്ട് അനു ഇന്നലെ വന്നിട്ട് കൊറേ ഒഴിഞ്ഞു വന്നു. അമ്മായിന്റെ കാലിന് എന്തോ ഒരു പ്രശ്നം പറ്റിയേക്കണ. പിന്നെ ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ എന്താക്കും, കൊച്ചു കുറഞ്ഞ കഴിയുന്നു. 2 കല്ല് പൊട്ടിയില്ല. പൊട്ടിയൊന്നും പൊട്ടിയ കുഴപ്പമില്ല, 2 പൊട്ടിയില്ല. മറ്റന്നാൾ പൊട്ടിച്ചിട്ട് പൊട്ടിയല്ലോ. ഇതൊക്കെ വയറിങ് ചെയ്താൽ അമ്മായിന്റെ കാല് വെരിക്കോസിന്റെ വേറെ മോഡലാണത്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഉണ്ടായത്? ഫോണിന്റെ പെട്ടിയൊക്കെ മോഡൽ സെറ്റാക്കി തന്നിക്കണത്. ഇതിലിട്ടാണ് ഫോണ് കൊടുക്കണത്. എന്തോളം എക്സ്പ്രഷനും കാര്യമൊന്നും അറിയില്ല. ഞാൻ ഇപ്പൊ തോട്ടത്തിൽ വന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. നമുക്ക് ചായയും കാര്യമൊക്കെ കിട്ടിയിരിക്കണൊക്കെ തിന്നുന്ന ടൈമിലാണ്. എന്താണ് ന്യൂസേ ഇത്രയും നേരം ഉമ്മമ്മ വീഡിയോയിലില്ലേ. ഇനി ഉമ്മമാന്റെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരികയാണ് ഇപ്പൊ. മുന്നന്റെ പരിപാടി തീർന്നില്ല. ക്യാമറമാൻ ശരിയല്ലാന്ന് അറിയണേ. റീടേക്ക് എടുത്തിട്ടേ പറയാൻ നല്ല വീഡിയോ എത്ര ലാഗാവാ. അനു ഇപ്പൊ കൊയിഞ്ഞാടും. ആ ചായ കൂടി മറ്റേ ആ കല്ലുമക്ക് അവിടെ ചെറിയ കല്ലിട്ടാണ്ട് ബെഞ്ചന്റെ സ്ഥാനം നോക്കിട്ട് അങ്ങോട്ട് നിക്കണേ. അവിടെ നിന്നോട്ടെ. അപ്പൊ നല്ലവർക്ക് ഇവിടെ ഇരിക്കല്ലേ. ഓന്റെ ആ മൂടങ്ങ് പോയി. മൂടാണ് പോയി. ഉമ്മ കുടിച്ചോളി. ചെറിയപ്പോ ചാണ്ട കുടിച്ചോളി. നല്ല എരിവുള്ള മിക്സർ. മറ്റേ ഭയങ്കര നല്ല കുടിച്ചോ. അതിനാണ് വേഗം നിർത്താനാണ് അമ്മായി എരിവിൽ വെച്ചതെന്ന്. ഒക്കെ അപ്പുറത്തുണ്ട്. അവിടെ നോട്ടെ. ചായയൊക്കെ കൊടുത്ത് കൊണ്ടുവരികയാണ്. ഇതിനെ സിഫ്ന പുള്ളക്ക് കേറി പൊയ്ക്കണ്. ഉമ്മ എന്താ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താ? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചോണ്ടിരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ ഫോണും കൊടുക്കണം. അവർക്ക് ഫോണില്ലല്ലോ. അപ്പൊ അവർക്ക് ഫോൺ കൊടുക്കും വേണം. എരിയുണ്ടോ നിങ്ങക്ക്? ഇതിലടി നേരത്തെ എന്റെ കുട്ടി വീഡിയോ ഒക്കെ വെറ്റില് എന്നാകൂലേ അതിന്റെ രസം അറിയാൻ വേണ്ടിട്ട് കള്ളന്മാരെ വല്യമ്മ ആദ്യം വെറ്റിലെന്നപ്പോ ഞങ്ങള് കട്ടെടുത്തിക്കണ്. ആരൊക്കെ കട്ടെടുത്തിക്കണ്? ഞാൻ കട്ടെടുത്തിക്കണ്. മോട്ട കട്ടെടുത്തിക്കണ്. കട്ടെടുത്തിക്കണ്. എന്റെ ഇപ്പൊ ഒരു വലിയ ആൾ പോലെ വെറ്റില പോലെയൊക്കെ കൂട്ടി മുറുക്കി അതറക്കണേലും ഇമ്മമ്മ ടിവിന്റെ ആ ഷോക്കേസിലൊക്കെ അത് വെച്ചോ. ഉമ്മ മൂത്ര വെച്ചാ മോണ് കുപ്പി കുടിച്ചത്. അത് നല്ല 100 വെച്ച് തേക്കുമ്പോളേ നല്ലൊരു അരാണല്ലോ. ചെറിയാപ്പം കട്ടുന്നിക്കണ്. ഞാൻ പൈസ കട്ടെടുത്തിക്കണേ. കാണാൻ രസാണ്. 100 പൊള്ളും ചെയ്യും. ഞാനൊക്കെ എന്തായിട്ട് അറിയാം. സ്കൂളിൽ പോകുമ്പോ മുട്ടായി അങ്ങ അണ്ടി ഉണ്ടല്ലേ നമുക്ക് ഇവിടെ തൊടൂല് കൊറേ അതുകൊണ്ട് കൊണ്ടുപോകും. കുട്ടിയാസാക്കാന്റെ അവിടെ പിടിയിൽ അല്ലെ ഡബ്ബർ കുരു വിറ്റ് മുതലാളി ആയതാണ്. ആദ്യം പറഞ്ഞ മോണ്ട അനു അറിയാനോ എന്താണ്? ഈ നാട്ടിലെ പൊറക്കാത്തോല് കുറവാണ്. ഞങ്ങളൊക്കെ പൊറക്കില്ല. എത്ര കിലോ ഉണ്ടായി റബ്ബർ കുരുവേ? എന്തായാലും കഥ പറയും. റബ്ബറും കുരു പൊറുക്കി വിറ്റിട്ട് ഓട്ടോറിക്ഷ അതനുവിന്റെ അപ്പുറത്തൊക്കെ ഇടോന് മുന്നെയാണ്. അത് വേറെ ഏതോ മുന്നേ. ഞാൻ അതിന്റെ പേരിട്ട് ഞാൻ തുടർന്ന് മുന്ന ഞാൻ ചോദിക്കാൻ അറിഞ്ഞിട്ടില്ല. നല്ല മുന്നേ
ഒരു 4-5 വർഷം മുമ്പ് പോണോ മുന്നേ ബാക്കിക്ക് പോണോ ഒരു കുറച്ച് വിറ്റിട്ട് ഷഫീഖ് എപ്പോഴും പറഞ്ഞ് ചിരിച്ചു പോയി. ഓൻ ആ ഡബ്ബറും കൂടി വിറ്റ ആ പൈസ ആയിട്ട് നടക്കാൻ പഠിച്ചിട്ട് ആ പൈസക്ക് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയ മഹാനാണ്. നമ്മൾ ഓലൊക്കെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് കുത്തിരിക്കുകയാണ്. ഓള് ഉറങ്ങണ ഉറക്കത്തെ കരുതിയിട്ട് ലോക്ക് ഈ സാധനം കിട്ടുന്നു. അപ്പം കാര്യമായിട്ട് വല്ല വർത്താനത്തിലാണ് ഞാൻ വല്ല നൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കാം, എന്നിട്ട് ഉമ്മമാരത് കൊടുക്കല്ലേ. ഉമ്മമാരെ അവിടെ നിന്ന് ആദ്യം മാറ്റണം. ഉമ്മമാനെ കൊണ്ടുവരണോ? ഉമ്മമാര് യൂണിറ്റ് നമ്മൾ ഓനെ ഏൽപ്പിച്ചാണ് ഉമ്മമാനെ കൊണ്ടുവരാം. അതെന്താ ഏതാന്നൊന്നും അറിയില്ല. അപ്പൊ ഇതാണ് ഓന്റെ ഫോണ്. പൊട്ടിച്ചിട്ട് കാട്ടി കൊടുക്കല്ലേ. ഓൽക്ക് ആർക്ക് സിപ്നാക്ക് എല്ലാവർക്കും അറിയാം, സിപ്നാക്ക് അറിയില്ല. ആ പോവാ. അപ്പൊ നമ്മ പോവാണ്. ഞമ്മക്ക് പിന്നാലെ പോയൊക്കെ സാധാരണ ഐഫോണാണ് കയ്യില്. ആദ്യം കാട്ടി കൊടുക്കണം. അടിമാന്റെ കാലിൽ എത്താനോ അങ്ങനെ പോണ്. ഇന്നലെ മരുന്നൊക്കെ വാങ്ങി പോന്ന്. ഉറങ്ങിനോ? ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഓളെ ചോര പുതിയതാണേ. അപ്പൊ ചുപ്പാനെ കാണാനൊന്നും പോണില്ലേ? പാന കാണാൻ 3-4 ദിവസം മുന്നേ പോയി. പോണ്ടേ? പിന്നെ പോവാ. ഓള് നല്ല സ്കാനിങ്ങിന് പോയിട്ട് പൊടിയൊക്കെ കൊടുത്തേക്കണോക്ക്. പൊടി കലക്കി കുടിച്ച. അതെന്താ പോണ്ട കവറോ ഇതില് വെറ്റിലെന്നതാ? ആരാ പോണ? ആരുമില്ല. അതില്ലെങ്കിൽ ഞാൻ എടുക്കൂട്ടോ. എന്റെ ലോക്ക ാണോ? ആ നോന്റെ പറ്റിയില്ലട്ടോ ചടച്ചില്ല. സർപ്രൈസ് ആയി തന്നത് തന്നെ. അതിന്റെ ആദ്യത്തെ മൊബൈലാണ്. താത്താക്ക് മൊബൈലില്ലല്ലോ. അപ്പൊ ഞാൻ താത്താക്ക് വീഡിയോ എടുക്കാനൊന്നേ ക്ലിയർ ഇല്ലല്ലോ എന്റെ ഫോണ്. ക്ലിയറും കാര്യൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ കിട്ടും. ഞാൻ സത്യം പറിച്ചാണോ? താത്താക്കനാണത്. മോഹം കൊടുക്കരുതില്ലേ, മോഹം കൊടുക്കരുതില്ലേ. ഓന്റെ നാട്ടേജ് തന്നെയാണ് എന്റെ ഫോണിതാ. താത്താന്ന് വിളിച്ചാനില്ലല്ലോ. അത് താത്ത ഞാൻ പുതിയ ഫോൺ വാങ്ങി. അപ്പം താത്ത കൊറേ കാലായില്ലേ വീഡിയോ എടുക്കാതെ ഫോണിലാണ് നടക്കണേ. പിന്നെ ആദ്യത്തെ ഫോണ് താത്താക്ക് എന്നതാ. വീഡിയോ എടുക്കാൻ ഫോൺ വേണ്ടേ? താങ്ക് യു. താങ്ക് യു. ഓളെ പരാതിയാണ്. മൊബൈൽ ഇല്ലാന്നുള്ള പരാതിയാണ്. അതായി ഒരു ഐഫോണ് കിട്ടി. ആരോടാ പറയണേ? 2 ക്യാമറ കിട്ടി. താത്താക്ക് ഐഫോൺ കിട്ടി. ഓളടിച്ചു. നിങ്ങൾക്ക് അറിയത് എന്താ സംഭവം? ഇല്ല. സാധനം നിന്നത് താത്താക്ക് കൊടുക്കാൻ അതില് പോണാന്നൊന്നും വെച്ചും അറിയില്ല. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് തോന്നുന്നു? ഓളെ പരാതിയാണ്. ഓക്ക് ഐഫോൺ ഇല്ല, വീഡിയോ ക്ലിയർ ഇല്ല. ഇനിയിപ്പോ അതില്ലല്ലോ. മറ്റേന്തറിയോ, ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഷംനന്റെ അടുത്താണ് മൊബൈൽ ഉള്ളത്. അപ്പൊ താത്താക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ താത്താന്റെ ആൻഡ്രോയിഡ് പഴയ, അതായത് സ്റ്റോറേജും ഇല്ല, ക്ലിയർ. അങ്ങനെ ഓക്ക് പുതിയ ഫോൺ. പക്ഷെ ആനുവിന്റെ പഴയ ഫോൺ ഞാൻ കണ്ടിക്കണേ. ചില്ലും കാര്യമൊക്കെ ഗ്ലാസ് മാറ്റി, പിന്നെ എന്താ പൗച്ച് മാറ്റി. അപ്പൊ ഒരു പുതിയ ഫോണിന്റെ മൈക്ക് പൗച്ച് മാറ്റില്ലേ? അപ്പൊ എന്തിനാ പഴയതെന്ന് പറഞ്ഞോളോട് പുതിയ അറിഞ്ഞൂടെ? നല്ല അടിപൊളി ഫോണാണ്. നല്ല ഫോണാണ്. എന്തായാലും താത്താന്റെ ഇതിന് മുമ്പത്തേക്കാൾ നല്ല അടിപൊളി ഫോണാണ്. ഒരു അളിക്കില്ലേ താത്ത. പിന്നെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഷംനന്റെ അടുത്ത് വരാം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. മാത്രം തന്നില്ലാന്ന്
പിന്നെ ഷംനക്ക് ഫോൺ ഉണ്ടല്ലോ അല്ലേ? ഷംനക്ക് ഫോൺ ഉണ്ടല്ലോ, പോണ്ട് പരാതി മറ്റൊരിക്കും ഇഷ്ടം പോലെ പരാതി ഉണ്ടാവും. എല്ലാവർക്കും പരാതി. പരാതിയൊക്കെ നോക്കാൻ അതിനൊന്നും നേരം ഉണ്ടാവുള്ളൂ. വളരെ സന്തോഷം. താത്താക്ക് എന്തായാലും പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന ടൈമല്ലേ, അപ്പൊ ഷിഫി കൊടുത്താ വലിയ പേരക്കുട്ടിയല്ലേ, ആ ഒരു മുൻഗണന നമ്മൾ കൊടുത്തു. നിങ്ങൾ ആരും പറ്റണ്ട. ആങ്ങളമാരെ ഭാഗം ഒന്നും വാങ്ങി കൊടുത്തില്ല പരാതി അങ്ങ് മാറി കിട്ടി. ഇനി സിഫ്നാക്ക് ഇതിലും വലിയൊരു സർപ്രൈസ് വരാണ്ട്. സർപ്രൈസ് 2 ദിവസം കഴിഞ്ഞാല് ഞങ്ങ അതുണ്ടാവോ? എന്താണ് അത് നിരങ്ങി പോണതാ. അവിടെ സ്കൈ ബോർഡായിട്ട് പോവാണ്. അനക്കൊരു വലിയൊരു സർപ്രൈസ് വരാണ്ട്. വേറെ ഉണ്ട്. പ്രസവിച്ചോളം എനിക്ക് സർപ്രൈസ്. ഒമ്പ സർപ്രൈസ് കാരം. ഇമ്മമാനോട് ഞങ്ങള് പറയും, ഓളോട് നമ്മള് പറയില്ല. ഓൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് മനസ്സിൽ ബേജാറാക്കണം. ഓളിങ്ങനെ പൂതി കുട്ടി ഇങ്ങനെ ആകാംക്ഷയിൽ കേട്ടെ എന്താണ് ആ സർപ്രൈസ്, എന്താണ് സർപ്രൈസ്. കുട്ടി ഉണ്ടായിട്ട് അന്ന് വെക്കുമ്പോ കാണാലോ. എന്റെ ഉമ്മച്ചിക്ക് അനുവും മോന്റെ ഫസൽ ഫാമിലി ഐഫോൺ അങ്ങോട്ട് വന്നപ്പോ എന്തായാലും സ്നേഹം കൊണ്ടാണ് എഴുതിയത്. അല്ലെങ്കിൽ അവർക്ക് പോയാലും താത്താനെ കൊണ്ടുപോയില്ലല്ലോ. ഇപ്പൊ ഏമിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അറിയില്ലല്ലോ, വീഡിയോ എടുക്കണം എന്തേലും എടുത്തിടണ്ടേ എന്നെ കൊണ്ടുവരും. ഇന്നലെ ഇന്റെ വീഡിയോ വന്നിട്ടില്ല, ഓളതും വന്നിട്ടില്ല. ടൈം വേണ്ടമ്മ, ടൈം വേണ്ടേ? താത്താക്കും ടൈമില്ലല്ലോ. താത്താക്ക് വെക്കൂലല്ലോ വീഡിയോ എടുക്കാന്. പിന്നെ നമ്മൾ വെച്ചുണ്ടാക്കണ തന്നെയാണ്. എന്നും ചോറും കൂട്ടാനാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചേ. ഞോള് ഇൻഷാള്ള കുട്ടീന്റെ പ്രസവം തൊണ്ണൂറൊക്കെ കജ്ജട്ടെ, നമുക്കൊക്കെ കണ്ട് ഇറങ്ങാം അല്ലേ? അല്ലാ ഇത് പറയിട്ട് ഓളെ ഫോണാണ്, എല്ലാരും കണ്ടില്ലേ? 3 ക്യാമറ ഉണ്ട്. അല്ലേ ഇന്ന സിഫ്ന 2 ദിവസം എങ്ങനെ നടക്കാന്നറിയോ? ഇതോടെ ഞാൻ കാണിത്തരാം. ഇങ്ങനെ അങ്ങനെ ഐഫോൺ കിട്ടുന്ന പോലെ പ്രത്യേകതയാണ്. ഐഫോൺ ഇല്ലോലൊക്കെ എങ്ങനെ നടക്കുക? ഇങ്ങനെ ഒരിക്കലും കുടിച്ചൂലല്ലോ. എന്താ ഈ ആപ്പിള് കാണാൻ വേണ്ടി നമുക്ക് കാണാം. ആയിക്കോട്ടെ, അടുത്ത വ്ളോഗിൽ നമുക്ക് അവിടെ കണ്ടാലും നിങ്ങള് കമന്റ് ചെയ്യണ ഓളെ കയ്യില് ഫോൺ ഉണ്ടോന്ന്. അറിയില്ല. ടവല് വരെ മറന്നു വെക്കണ ആളാ. തൈറോയിഡ് ഇല്ലോണ്ട് ചോക്കിന്റെ എല്ലാ സാധനവും തൈറോയിഡ് ഇല്ലോണ്ട് ഓള് മറന്നേക്കും. കാരണം എന്താ അറിയോ? ഓള് മെഡിക്കൽ സ്റ്റോറിന് എന്നാളെ ഞങ്ങള് ലാബ് നിന്ന ടൈമിലേ ഓളെന്തോ ഒരു മരുന്ന് വാങ്ങിക്കണേ. അത് മരുന്ന് വാങ്ങി ഓള് പറഞ്ഞ പെരിയെ പോയിട്ട് ഞാൻ സിബ് തുറന്നപ്പോ ഞാൻ അതില് കണ്ടിക്കണ് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞ സിഫ്നജ് മറന്നാണ് എനിക്ക് പാളിയെന്ന്. അല്ലാന്ന് ഞാൻ സിബ് തുറന്നപ്പോ ആ മരുന്ന് അതിന്റെ ഉള്ളിലുണ്ട്. അതിൽ ഞാൻ പിറ്റേന്ന് ചോദിച്ചു നോക്കും, മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു നോക്കിയപ്പോ അവിടുന്ന് കൊണ്ടുപോയിട്ടെന്നല്ല. എന്നിട്ട് അങ്ങനെ ചെറിയ 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 ചെറുതൊന്നല്ല. ഇപ്പൊ ശരിയാ. ഇപ്പൊ അന്ന് മരുന്ന് കുടിച്ചില്ല ഇതായതിന്റെ. ഇപ്പൊ മരുന്ന് കുടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ട് താത്തക്ക്. അങ്ങനെയൊക്കെ ഒരു ഇടക്കിടക്കുള്ളൊരു അണ്ടംപുടലൊക്കെ. തൈറോയ്ഡ് പറഞ്ഞ പ്രസവിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വരെ ഉണ്ട് ഇപ്പൊ. ആണോ? ഇവിടെ ചെറിയൊരു മയ മാതിരി ഉണ്ട്, തുടിപ്പ്. അത് മറ്റേ ആപ്പിളല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി പോണം. ഇത്തായി എന്താണ് അവിടെ നിക്കണ മറ്റോ കറന്ന് കാര്യമാണ്. ഫോണിനാണ് ഫോണിന് വേണ്ടിട്ട് കാര്യമാണ്. എങ്ങനെ എന്ത് പരാതി കഴിച്ചില്ലായി സങ്കടം ഓക്കൊന്നും കൊടുക്കേറ്റ് ഇച്ച് ഫോണില്ലേ? ഫോണുണ്ടല്ലോ, നമുക്ക് ഓൽക്കൊന്നും തരാൻ കഴിയൂല. എല്ലാം വെച്ചിട്ട് തന്നിക്കണ്. സിമ്മ അവിടെ തുണി കൊണ്ട് ഇങ്ങനെ വീസാണ്. അതെന്താന്ന് വെച്ചാൽ കൊതുകണേണ് വീസണേ. അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഫസൽ ഫാമിലിനോട് എന്നും കടപ്പെട്ടിരിക്കും. വേറെ ഒന്നുമില്ല, മാത്രം പോരാ. കടപ്പെടന്നില്ലേ? ഇവര് രണ്ടാളും കണ്ടാക്കി ഒരേ സ്വഭാവം. അങ്ങനെയല്ല അല്ലേ? ആനപ്പിണ്ടോ ഒന്ന് കാസർഗോഡ് ഉമ്മമ്മ
എന്റെ കജ്ജിന്ന് ഇപ്പൊ കിട്ടും സ്വർണ്ണക്കടയുടെ മുതലാളിയല്ലേ ഞാൻ എന്തേലും കൊടുക്കും കാത്തിരിക്കുന്നത്. അങ്ങല്ല അതൊന്നല്ല അമ്മമ്മക്ക് ആളെ പറ്റിയിട്ട് കജ്ജുമെന്ന് വിടാതെ പിടിച്ച് പിന്നെ ഏറ്റവും ഉള്ളിലുണ്ട് ഇജ്ജാണോ എന്നെ പോയി അന്റെ മാർക്ക് ഇല്ല ഉമ്മമാക്ക് ഒരു ഡൗട്ട് ഇതില്ല ഇനി അന്റെ അത്രേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറയണ്ടല്ലോ. പക്ഷെ എന്താ അറിയോ ആ പ്രേമി ഞങ്ങളെ ചാനലിൽ ഏറ്റിട്ടില്ലല്ലോ ഫസൽ ഫാമിലി ആദ്യമായിട്ട് 1 ലക്ഷം അടിച്ചത്. അതിനെന്തിക്കുന്നു പ്രാങ്ക്. അപ്പൊ അങ്ങനെ തല്ലിയാണോ തന്നെ ഇപ്പുറത്തെ ഇങ്ങനെ വന്നിക്കാണ് കൊതുകില്ലേവോ എന്നാ കൊതുകിരി കത്തിച്ചോളി. ഞങ്ങള് പോട്ടെ. അപ്പൊ ഇന്നത്തെ വീട് ബാങ്ക് കൊടുക്കാനായി ഓളെ ബാങ്ക് കൊടുക്കുമ്പോ എത്തിച്ചണ്ടേ. ആന്നില്ലേ ഗർഭിണിയാക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പെരക്ക് കയറണം. ഇറങ്ങാൻ പാടില്ല. വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഏതായാലും ഇങ്ങനെ ഇടങ്ങാറായി വന്നതിന് കാര്യണ്ടായി. അതന്നെ ഓളെ ഞങ്ങളിപ്പോ എങ്ങോട്ടും അറക്കലില്ല. ഞാൻ അവിടെ പോയി കാണാന്നല്ല നടക്കലില്ല. എല്ലാവരും പോയി കാണാൻ ഞങ്ങൾ ഇന്നലെ താത്താനടുക്ക് പോയിന്. ഇമ്മച്ചിനെ സഹായിച്ചലുണ്ട്. ഇമ്മച്ചിക്ക് അതിന് എന്താ പണി പോയി നാട് ഫോൺ കാണുകയാണ്. പോങ്ങാണ് സത്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. സത്യം വരുന്നുണ്ട്. സ്വന്തം മകൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴാണോ പോങ്ങാണല്ലേ കടക്കലല്ലേ സ്റ്റാപ്ലെയർ അല്ലേ പുതിയ ഉഡിയൊക്കെ ഇല്ലേ പണിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ചെറിയ പോ നീച്ചാൻ പറ്റിയിട്ടാ കിടക്കണേട്ടാ. നല്ല സന്തോഷം കാര്യമൊക്കെ ഉണ്ട്. ചെറിയ പൂനെന്താ പറയല്ലേ ഒരാഴ്ച അതിന്റെ മേലെ അയക്കണം. സ്വരം എറണാകുളം എറണാകുളത്തേക്കോ പോയിട്ട് മുഴുവൻ കണ്ടില്ലല്ലോ. മുഴുവൻ നമുക്ക് നടക്കാൻ പറ്റിയില്ലല്ലോ. എവിടെ കാണണേ എപ്പോഴും ഇമ്മമ്മ ഭാഗത്തെ കണ്ടിട്ടുണ്ടാവുള്ളൂ. എറണാകുളത്തിന്റെ അനങ്ങുമ്പത്തിന് ഇരിക്ക ഇച്ച് ചുണ്ടൊക്കെ കറക്കും. ഒരു 15 അങ്ങ് കുറച്ച് കജൂല. ഞാൻ നിലത്തായാലും വേണ്ടില്ല കല്ലുമ്പോ ഞാൻ ഇരിക്കുമ്പമാന്റെ അതില് കൊതുകിരി കത്തിച്ചളമ്മ. ഇങ്ങനെ വീസ ഉണ്ടല്ലോ. ഇതിപ്പോ താത്താനെ തല്ലണ ഇത് വല്ല പറഞ്ഞു. എന്റെ ഉമ്മച്ചിക്ക് ഫോൺ കിട്ടി. ആ ഇവിടെ എന്തോ പുതിയ ഫോണായില്ലേ ഗെയിം കളിച്ചാൻ. അത്രേ ഉള്ളൂ. ഉമ്മച്ചിന്റെ പഴയ ഫോണിൽ ഗെയിം കളിച്ചോണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഓർന്നു വേണ്ടിട്ടോ. കുട്ടിയെ കൊടുക്കാണ്. കുട്ടിയെ കളിച്ചാൻ കൊടുക്കുകയാണെങ്കിൽ അന്നെ കേൾപ്പിച്ചാ അറിയണ്. വേറെ തിരുമ്പാടുണ്ട്. ഓനോടുമ്പാട് പറഞ്ഞോണ്ടി അല്ലേ ചെറുത്. ഓനേടെ ഓന് ഉമ്മച്ചിന്റെ കുട്ടിയാണ്. ഉമ്മച്ചിന്റെ കണ്ടാ കണ്ടാലോ. പോവല്ലേ നമ്മള് പോവല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് വൈൻഡപ്പ് ആക്കുകയാണ് അല്ലേ. അപ്പൊ കാണാം. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നു താത്ത. അപ്പൊ താങ്ക് യു പറഞ്ഞിട്ടാണ് തികയണില്ല. താങ്ക് യു. പൊലിവാണ്. 2 ദിവസം ഉണ്ടാവോ പൊലിവ്. എല്ലാം കഴിഞ്ഞ കാഴ്ച കൊതുകിരി ആയിട്ട് വരുന്നുണ്ട്. എന്ത് മമ്മ ഒരു മോല് കിട്ടുമ്പോ അതിന്റെ സന്തോഷം വേറെ ഉണ്ടാവില്ലായിരുന്നു. എന്റെ ഏതോ നെഗറ്റീവ് ആയിട്ടാണ്. നെഗറ്റീവോ ഫോണ് നെഗറ്റീവോ എവിടെയും കിട്ടാത്തത്. ആണോ? അതാണ് എല്ലാം നെഗറ്റീവാണ് എനിക്ക്. അപ്പൊ ഓപ്പോസിറ്റീവ്. എനിക്ക് ഓപ്പോസിറ്റീവ് ആണ്. ഇമ്മാക്ക് ഓപ്പോസിറ്റീവ് അല്ലേ? ആണോ? എനിക്ക് ഓയാണ്. എല്ലാ കൂടുതലും പോസിറ്റീവ് എങ്ങനെയാവോ അതേമാതിരി ഇപ്പം വേറെ അല്ലേ. ഞാനും പേരാണ്. ഞാൻ ഏതോ സാധനമാണ് ഞാനൊക്കെ. പോസിറ്റീവ് താത്ത പോസിറ്റീവ് ഞങ്ങള് എല്ലാരും പോസിറ്റീവാ. അത് ചെറിയ പൊന്നേക്ക ചെറിയ ഏതോ പോസിറ്റീവ് ഉണ്ടോ. ഞാനും ഓപ്പോസിറ്റീവാ. അപ്പൊ ഞങ്ങളൊക്കെ ഒരു ഗ്യാങ്. നിങ്ങള് ഒരു ഗ്യാങ്. ഇത് വേറെ ഏതോ. നോക്കുമ്പോ ചോദിച്ചു നോക്കണം നിങ്ങളെ. ഉമ്മമാക്ക് അറിയില്ലല്ലോ ഉമ്മ ഏതാ ഇത്. കൊതുകിനോട് ചോദിച്ചാൽ മതി. അങ്ങനെ വലിയ കൊതുക് കടിച്ചു വന്നാലും സമാധാനം ഉണ്ട്. നിങ്ങളെ കടിച്ചുമാരെ കടിച്ചിട്ടില്ല. കൊതുകള് രക്തം നോക്കി കടിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് വൈകും. ഇത് 100 വട്ടം അയച്ച് പറയണേ. ഇന്നത്തെ വീഡിയോ പേര് വൈകില്ല. ആൾക്കാര് അടുത്ത കഥ വരികയാണ്. പൂത്തിരി എല്ലാവർക്കും പോലെ ഓല് പോട്ടെ. ചെല്ലു. ബൈ ബൈ ബൈ. ചെല്ലു